ആന ഒരു 9 മണി മുതൽ കഴിഞ്ഞ കുറച്ച് സമയം വരെ എവിടെയാണ് ഉണ്ടായിരുന്നത് ആ ഭാഗത്തേക്ക് തന്നെ തിരികെ പോയിട്ടുണ്ട് എന്നതാണ് ആശ്വാസം. അതായത് ഞാൻ പ്രത്യേകമായി പറയാൻ കാരണം, ആനയെ നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. അവിടെ നിന്ന് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഭാഗത്തേക്ക് നേരെ മുന്നോട്ടേക്ക് വന്ന് ഇവിടെ ഒരു മൺ റോഡാണ്, അവിടെ വരെ ആന വന്നിരുന്നു. ഇവിടെ നിന്ന് നേരെ ഇൻ കേസ് ഇനിയും മുന്നോട്ട് പോവുകയായിരുന്നുവെങ്കിൽ അത് സാഹചര്യം കൈവിട്ടു പോകുന്ന ഒരു അവസ്ഥയായി മാറിയേനെ. പക്ഷേ ആന ഇവിടെ നിന്ന് നേരെ താഴോട്ടേക്ക് തന്നെ പോയി വാഴത്തോട്ടത്തിലേക്ക് പോയി എന്നത് ഏറെ ആശ്വാസം നൽകുന്ന കാര്യമാണ്. ആന ഇപ്പോൾ തണ്ണീർ എന്തായാലും അവിടെ ഭക്ഷണം കഴിക്കുന്ന തിരക്കിലാണ്. വാഴയുണ്ട്, അതുപോലെ തെങ്ങിൻ്റെ തൈകളൊക്കെ ഉണ്ട്, അത് അകത്താക്കുകയാണ്. താൽക്കാലികമായ ഒരു നടത്തമൊക്കെ അവസാനിപ്പിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന തിരക്കിലേക്ക് തണ്ണീർ പോയിട്ടുണ്ട് എന്നതാണ്. ആനയുടെ അവിടെ നിന്ന് ഏകദേശം ഒരു 400 മീറ്റർ അപ്പുറം നിന്നുകൊണ്ടാണ് നമ്മൾ ഈ വാർത്ത തത്സമയം റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് തണ്ണീറിനെ കൃത്യമായി കാണിച്ചു തരാനും കഴിയുന്നത്. നമ്മളിപ്പോൾ തണ്ണീർ വന്ന് നേരത്തെ നിന്ന മൺ റോഡിലാണ് ഉള്ളത്. ഇവിടെ നിന്ന് ഈ ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ കാണാൻ കഴിയും, ഈ ഭാഗത്തു കൂടിയാണ് ആന മുകളിലേക്ക് കയറി വന്നത്. വനം വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവർ ശബ്ദമുണ്ടാക്കി, ഒപ്പം കയ്യിൽ തോക്കുമൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് പ്രയോഗിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വന്നില്ല. ശബ്ദമുണ്ടാക്കിയപ്പോൾ തന്നെ ആന ഇവിടെ നിന്ന് നേരെ ഊർന്നിറങ്ങി, ഈ മൺതിട്ടയുടെ കൂടെ തന്നെ ഊർന്നിറങ്ങി നേരെ താഴേക്ക് പോയ അവസ്ഥയാണ്. ഏതായാലും മിഷന് തുടക്കമായിട്ടുണ്ട്. ഇതിനെ മയക്കുവെടി വെച്ച് പിടികൂടുന്നതിനുള്ള അതിൻ്റെ ഭാഗമായി 2 കുങ്കിയാനകളെ സമീപത്തേക്ക് തന്നെ എത്തിച്ചിട്ടുമുണ്ട്. മയക്കുവെടി വെക്കാൻ പറ്റിയ ഏറ്റവും ഉചിതമായ സ്ഥലം വനം വകുപ്പിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇപ്പോൾ ആനയെ നിലയുറപ്പിച്ചിട്ടുള്ള സ്ഥലം തന്നെയാണ് എന്നതാണ്. കാരണം അതിനപ്പുറത്ത് നിന്ന് കുങ്കിയാനകളെയും അതുപോലെ മയക്കുവെടി വെച്ചതിന് ശേഷം ആനയെ റീലൊക്കേറ്റ് ചെയ്യുന്നതിനുള്ള ലോറിയൊക്കെ കൊണ്ടുവരുന്നതിനുള്ള വഴി കണ്ടുവച്ചിരിക്കുന്നത് ഈ ആന ഇപ്പോൾ നിലയുറപ്പിച്ചതിന് അപ്പുറത്തെ മണ്ണിട്ട ഭാഗം കാണാൻ കഴിയും. ആ മേഖലയാണെന്നാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഏതായാലും ആളുകൾ കൂടുതൽ നമ്മോടൊപ്പം തന്നെ ഈ സമയത്തുമുണ്ട്. ആന ഇത്ര അടുത്ത് കാണുന്നുണ്ട്, വലിയ ആശങ്കയുണ്ട്, ഒപ്പം തന്നെ കൗതുകമാണല്ലേ. വലിയ അക്രമകാരിയൊന്നും ആയിട്ടില്ല എന്നതുകൊണ്ട്. ഇല്ല, അത് അക്രമകാരിയൊന്നും ആയിട്ടില്ല. അത് രാവിലെ മുതൽ അത് ആന ഇവിടെ ഉണ്ട്. അതിങ്ങനെ നമ്മളെ കാണുന്ന സമയത്ത് ആന പോകും വരും. പിന്നെ രാവിലെ ഇങ്ങനെ കയറി വരുന്ന സമയത്ത് ഒരു പടക്കം പൊട്ടിച്ചപ്പോഴാണ് ഇവിടെ കുറച്ചും കൂടി മുകളിൽ വരെ കയറി വന്നതാണ്. അത് പോയി, പിന്നീട് താഴേക്ക് തന്നെ പോയി. ഏതായാലും ആന ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഉള്ളത്. അത് കയറി വരികയാണെങ്കിൽ മാത്രമേ പ്രശ്നമുള്ളൂ. പക്ഷേ ഇപ്പോൾ അക്രമകാരിയായിട്ടുള്ള ആനയല്ല. എല്ലാ ദിവസവും വയനാട്ടിൽ നിന്ന് വന്യമൃഗശല്യത്തിൻ്റെ വാർത്തകളാണ്. അതെ, ഇപ്പം ഇന്നലെ ആന വന്നത് ഞങ്ങളുടെ ആ വഴി കൂടെ തന്നെയാണ്, തലപ്പുഴ ആ വഴിക്കൂടെ തന്നെയാണ്, അതിലെ തന്നെയാണ് വന്നത്. ആ കോളനി ഇതിലൂടെ വന്ന ആനയാണ്. അതിന് 2 ദിവസം മുമ്പാണ് കടുവ കണ്ടത്. കടുവ കണ്ടപ്പോൾ അത് ഉള്ളതാണ്, റോഡ് ക്രോസ് ചെയ്യുമ്പോഴാണ് ഞങ്ങൾ കണ്ടിരുന്നത്. അതിനുശേഷം ആ കടുവേനെ കണ്ടത്. അതിന് പിറ്റേ ദിവസമാണ് അതിനെ മക്കിന്ന് കണ്ടത് വീണ്ടും. അത് ആ കടുവ തന്നെയാണ്. കടുവ മുമ്പത്തെ ഒരു ദിവസം കരടി ഉണ്ടായിരുന്നല്ലോ. കരടി ഉണ്ടായിരുന്നു, അത് പിന്നെ ഞങ്ങൾ ഇവിടെ അല്ല, കുറച്ച് അപ്പുറം മാറിയാണ്. പക്ഷേ ഈ കടുവ മിനിഞ്ഞാന്ന് മക്കിയിൽ കണ്ട കടുവ അതിൻ്റെ തലേ ദിവസമാണ് ഞാനും വേറെ ആളും കൂടി വരുന്ന വഴിക്കാണ് റോഡ് ക്രോസ് ചെയ്ത് പോകുന്നത്. അത് ഇവരോട് പറഞ്ഞതാണ്. അപ്പോൾ പറഞ്ഞു അത് കാട് മാറുന്ന ഒരു സമയത്ത് നിങ്ങൾ മുമ്പ് പെട്ടതുകൊണ്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് ഇത് വലിയ അക്രമകാരിയായിട്ടില്ല. അക്രമകാരിയൊന്നും അല്ലെങ്കിലും തണ്ണീറിനെ മയക്കുവെടി വെച്ച് ഇവിടുന്ന് മാറ്റിയാലല്ലേ ഒരു ആശ്വാസമാവുള്ളൂ അല്ലേ. നഗരമധ്യത്തിലാണല്ലോ. നഗരമധ്യത്താണ്. അത് മയക്കുവെടി വെച്ച് അതിനെ മാറ്റിയാൽ മാത്രമേ. കടകളൊക്കെ ഇപ്പം കൂട്ടിയിട്ടാണുള്ളത്. ഇപ്പോൾ കടക്കാർക്കെല്ലാം പ്രശ്നമാണ്. കച്ചവടക്കാരനാണോ? ഞാൻ കച്ചവടക്കാരനാണ്. അപ്പോൾ നമ്മുടെ കടയെല്ലാം പൂട്ടി. നമ്മൾ ലോട്ടറി കച്ചവടം. ഇപ്പോൾ ഇന്ന് വിറ്റ് തീർക്കേണ്ട ടിക്കറ്റല്ലേ, 3 മണിയാകുമ്പോഴത്തേന് വിറ്റ് തീർക്കേണ്ട ടിക്കറ്റുകളല്ലേ, എല്ലാം പൈസ പോയി. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ പൂട്ടിയിട്ടാണുള്ളത്. ഇങ്ങനെ ഒരു സാഹചര്യമാണ്. അത് തന്നെ മയക്കുവെടി വെച്ച് എന്തെങ്കിലും നീക്കം ചെയ്യേണ്ടി വരും ഇവിടുന്ന്. അല്ലാണ്ട് ഇപ്പോൾ വയലിൽ നീക്കുന്ന സാധനമല്ലേ ഇപ്പോൾ. നീക്കം ചെയ്യാതിരിക്കാൻ നമുക്ക് പറ്റില്ലല്ലോ. കാരണം നീക്കം ചെയ്യാത്തടത്തോളം കാലം ഞങ്ങൾ ഭീഷണിയുടെ നില തന്നെയാണ്. കാരണം സ്കൂളിൽ കുട്ടികളെ വിട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ രാവിലെ 8:30 ശേഷമാണ് സ്കൂളിൽ നിന്ന് അറിയിപ്പ് വരുന്നത്. അപ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോയ കുട്ടികളെയൊക്കെ ഞങ്ങൾ ബേജാറായിട്ട് കൂട്ടിക്കൊണ്ടിരുന്നൊരവസ്ഥയൊക്കെ ഉണ്ടായി. അപ്പോൾ അത്തരം സന്ദർഭത്തിൽ ഇതിന് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മാറ്റമില്ലാതെ വേറൊരു വഴിയില്ല. കാരണം മയക്കുവെടി വെക്കാതെ ഇത് കാട്ടിലേക്ക് എത്താൻ ഇനി വേറെ വഴിയില്ല. വേറെ ഒരു വഴി ഇനി അടുത്ത് കാടില്ല. കർണാടക മയക്കുവെടി വെച്ചിട്ട് വനത്തിൽ വിട്ടൊരു ആനയാണ് ഇപ്പോൾ നമ്മുടെ നഗരമധ്യത്തിലേക്കുന്നത്. അതാണ് ഇപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. ആനകൾ കാരണം ഇത് നാട്ടിലിറങ്ങി ശീലിച്ചൊരു ആന എന്ന നിലയിൽ അത് വീണ്ടും വരുന്നുണ്ട്. കർണാടകയുടെ പഴയ വീഡിയോയിലൊക്കെ നാട്ടിലൂടെയൊക്കെ ഇറങ്ങി നടന്നിട്ടുള്ളത് കാണുന്നുണ്ട്. തണ്ണീർ എന്ന് പറഞ്ഞ ആന ഇതിന് ഈ ടൗണിൽ കൂടെ കയറ്റിക്കൊണ്ട് പോകുന്ന അത്ര ശ്രമകരമായിരിക്കത്തില്ലേ. ഈ ടൗണിൽ കൂടെ ഇങ്ങനെ കയറ്റിക്കൊണ്ട് പോകാനാവില്ലല്ലോ. ഇത്രയും മയക്കുവെടി വെച്ച് അതിനെ ഇവിടുന്ന് മാറ്റേണ്ടി വരും, അല്ലാതെ കൊണ്ടുപോകാൻ പറ്റില്ല. ചേട്ടാ, നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്?
ഇതിൽ രാവിലെ തന്നെ പുലർച്ചെ തന്നെ ഈ ആന ഇറങ്ങിയതായിട്ട് അറിഞ്ഞിരുന്നു. പക്ഷേ വേണ്ടത്ര ഗൗരവത്തോടു കൂടിയിട്ട് ഇവിടെ ആൾക്കാരൊക്കെ ഇങ്ങനെ ടൗണിലേക്ക് ഇറങ്ങുന്നതിന് മുൻപ് തന്നെ അത് ബ്ലോക്ക് ചെയ്യേണ്ടതായിരുന്നു. ആൾക്കാരൊക്കെ ഇവിടെ നിറഞ്ഞതിന് ശേഷമാണ് 144 പ്രഖ്യാപിച്ചതും ബാക്കിയതും. ഇപ്പോൾ ആനയെ സംബന്ധിച്ചിടത്തോളം ഇവിടേക്ക് കയറി വരുമ്പോൾ ഇവിടുത്തെ ജനങ്ങളെ കാണുമ്പോൾ അപ്പുറത്തേക്ക് പോകും. അവിടെയും ജനങ്ങൾ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ടുള്ളൊരു ഇതാണ്. ഇപ്പോൾ ഓർഡർ ഇതുവരെ കിട്ടിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. കുങ്കിയാനയൊക്കെ എത്തിച്ചിട്ടുണ്ട്, രണ്ടാളെ. ഒരെണ്ണം എത്തിയിട്ടല്ലേ ഉള്ളൂ, രണ്ടാൾ വന്നിട്ടുണ്ടെന്ന്. അതെ അല്ലേ. അപ്പോൾ മയക്കുവെടി വെക്കാനുള്ള ഓർഡർ ആയിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. അത് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മയക്കുവെടി വെച്ചിട്ട് ഇപ്പോൾ ഇവിടെ നിന്ന് ഏറ്റവും സൗകര്യപ്രദമായിട്ടുള്ള സ്ഥലത്ത് ഇവിടെ ആന വന്ന് നിന്നിരുന്നു. ഇപ്പോൾ കുറച്ച് അപ്പുറത്താണ്. അവിടെയും നിൽക്കുന്ന സ്ഥലത്ത് ഇപ്പോൾ ഒരു വാഴത്തോട്ടത്തിലാണുള്ളത്. എന്നിരുന്നാലും അവിടെ വെച്ചിട്ടായാലും മയക്കുവെടി വെക്കാനായിട്ടുള്ള സൗകര്യപ്രദമായിട്ടുള്ളൊരു സ്ഥലമായിട്ടാണ് തോന്നുന്നത്. ഇവിടെ തന്നെയുള്ളവരാണോ? ആ, കണ്ടിട്ട് അറിഞ്ഞിട്ട് വന്നതാണോ? കണ്ടിട്ട് അറിഞ്ഞിട്ട് വന്നതാണ്. വാഴയെല്ലാം ഇതാകുന്നുണ്ട്, വാഴയെല്ലാം നശിപ്പിക്കുന്നുണ്ട്. അതാണ് പറയാനുള്ളത്. ആളുകളും കൂടുതലായി തന്നെ ഉണ്ട്. കാരണം വലിയ ആശങ്കയാണ്. ആന അക്രമാസക്തനൊന്നും ആയിട്ടില്ല എന്നത് ആശ്വാസമാണ്. പക്ഷേ വലിയ ആശങ്ക തന്നെയാണ്. നഗരമധ്യത്തിലാണ് മണിക്കൂറുകളായി ആന ഇങ്ങനെ നിലയുറപ്പിച്ച് നിൽക്കുന്നത്. പ്രധാനപ്പെട്ട റോഡിലൂടെ വന്ന് ഈ കാണുന്ന ഈ സ്ഥലത്ത് നിലയുറപ്പിച്ച് നിൽക്കാൻ തുടങ്ങിയിട്ട് മണിക്കൂറുകളായിട്ടുണ്ട്. അവിടെ നിന്നും ആന അനങ്ങി നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് വന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ ശബ്ദമുണ്ടാക്കി ആനയെ തിരിച്ച് ആ മേഖലയിലേക്ക് തന്നെ പറഞ്ഞുവിടാൻ കഴിഞ്ഞു എന്നത് ആശ്വാസമായി നിൽക്കുകയാണ്. ഒപ്പം ഈ 4 ഭാഗത്തും ആളുകളുണ്ട്. ഈ ആനയുടെ 4 ഭാഗത്തായിട്ട് ഒരു ഭാഗത്ത് കുന്നിൻ ചെരിവാണ്, അതിന് മുകളിൽ ആനയെ കാണുന്നതിനുള്ള ആളുകളുണ്ട്. മറുഭാഗത്ത് ജനവാസ മേഖലയാണ്. നമുക്ക് അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ ഒരു സാംസ്കാരിക നിലയം, അതിന് മുകളിൽ വീട്, കുറേ വീടുകൾ കാണാൻ കഴിയും. അങ്ങനെ അടുത്തടുത്തായി വീടുകളുള്ള സ്ഥലം ആണ്. അപ്പോൾ അവിടെയൊക്കെ ആളുകളുണ്ട്. പിന്നെ ഉള്ളത് നമ്മളീ നിൽക്കുന്ന സ്ഥലമാണ്. ഇവിടെയും കൂടുതൽ ആളുകളുണ്ട്. വനം വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരൊക്കെ തന്നെയുണ്ട്. ആളുകളെ നിയന്ത്രിക്കുന്നതിന് പോലീസ് ഉദ്യോഗസ്ഥരുമുണ്ട്. അപ്പോൾ ആന ഇങ്ങനെ പല ഡയറക്ഷനിൽ നടന്നു നീങ്ങി എല്ലായിടത്തും നോക്കുമ്പോൾ ആളുകളാണ്. പിന്നെ എങ്ങോട്ടേക്ക് പോകണം എന്നൊരു ഐഡിയയും കൂടി ഇല്ലാത്തൊരു അവസ്ഥയിലേക്ക് ആന പോയി എന്ന് വേണം അനുമാനിക്കാനായിട്ട്. എന്തുതന്നെ ആയാലും ഇപ്പോൾ ആ മേഖലയിലേക്ക് തിരികെ പോയി വാഴത്തോട്ടത്തിലാണുള്ളത്. അവിടെ ഭക്ഷണം കഴിക്കുന്ന തിരക്കിലാണ് എന്നത് ആശ്വാസമായി നിൽക്കുന്നു. മറ്റു പ്രശ്നങ്ങളില്ല. ആളുകളിൽ നിന്ന് അകന്ന് ആ വാഴത്തോട്ടത്തിൽ മരങ്ങൾക്കിടയിലാണ് ഇപ്പോൾ തണ്ണീർ നിലയുറപ്പിച്ചിട്ടുള്ളത്. ആര്യ. ശരി രാഹുൽ.